നമസ്കാരം. റാഫ് ടോക്ക് മലയാളത്തിലേക്ക് അവർക്കും സ്വാഗതം. കഴിഞ്ഞ കളിയിലൊക്കെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സബ്സ്റ്റിറ്റ്യൂഷൻസ്, കോച്ച് മിക്കായൽ സ്റ്റെറയുടെ സബ്സ്റ്റിറ്റ്യൂഷൻസ് മികച്ച രൂപത്തിൽ ക്ലിക്കാവുന്ന കാഴ്ച നമ്മൾ കണ്ടു. അപ്പോൾ അതിന് പുറകിൽ ചില കാരണങ്ങളുണ്ട്. കോച്ച് ഇവിടുത്തെ സാഹചര്യങ്ങൾ മികച്ച രൂപത്തിലും മനസ്സിലാക്കി അതനുസരിച്ച് കാര്യങ്ങളിൽ മാറ്റം വരുത്തിയതാണത്. അദ്ദേഹം തന്നെ അതിനെക്കുറിച്ച് വിശദമായിട്ട് പറയുന്നുണ്ട്. അദ്ദേഹത്തോട് ഇന്ത്യൻ എക്സ്പ്രസ്സുമായിട്ട് നടത്തിയിട്ടുള്ള അഭിമുഖത്തിൽ വന്ന ചോദ്യം, കഴിഞ്ഞ 2 മത്സരങ്ങളിൽ നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂഷൻസ് വളരെയധികം എഫക്റ്റീവായിട്ട് ഉപയോഗപ്പെടുത്തിയിരുന്നു, സൂപ്പർ സബ്സ് എന്ന് വേണമെങ്കിൽ പറയാം, ഇത് നിങ്ങളുടെ ടാക്ടിക്സിൻ്റെ ഒരു ഭാഗമാണോ എന്നാണ് ചോദ്യം. അതിനുള്ള അദ്ദേഹത്തിൻ്റെ മറുപടി, ഇത് ഞാൻ ഇന്ത്യയിൽ വന്നതിന് ശേഷം പഠിച്ച കാര്യമാണ്. സബ്സ്റ്റിറ്റ്യൂഷൻസ് എല്ലായിടത്തും പ്രധാനപ്പെട്ടതാണ്, പക്ഷേ ഇവിടെ ഈ വെതർ കണ്ടീഷനിൽ ഈ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള വലിയ ട്രാവലിങ്ങൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒരുപാട് വ്യത്യാസമുണ്ട്. ഇവിടെ നമുക്ക് സ്റ്റാർട്ടിംഗ് ലൈനപ്പും ഇമ്പോർട്ടൻ്റ് ആണ്, അതുപോലെ എൻഡിങ് ലൈനപ്പും ഇമ്പോർട്ടൻ്റ് ആണ്. സോ സബ്സ്റ്റിറ്റ്യൂഷൻസ് വളരെ മികച്ച രൂപത്തിൽ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. ഞാനിതിനെക്കുറിച്ച് മറ്റ് ക്ലബ്ബുകളിൽ, ഞാൻ പരിശീലിപ്പിച്ച മറ്റ് ക്ലബ്ബുകളിൽ ഒരുപാട് സംസാരിച്ചിട്ടൊന്നുമില്ല, പക്ഷേ ഇവിടെ അത് വളരെ ക്രൂഷ്യലാണ് എന്നാണ് കോച്ച് പറയുന്നത്. ചുരുക്കത്തിൽ കോച്ച് ഇവിടുത്തെ സാഹചര്യം വളരെ നല്ല രൂപത്തിൽ അനലൈസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഫലമാണ്, അതിൻ്റെ കാരണം കൊണ്ടാണ്, അതാണ് കാരണം ഇങ്ങനെ മികച്ച രൂപത്തിൽ സബ്സ്റ്റിറ്റ്യൂഷൻസ് ഉപയോഗപ്പെടുത്താൻ. അദ്ദേഹം നേരത്തെയും ഈ കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ വിശദമായിട്ട് പറഞ്ഞിട്ടില്ലെങ്കിലും സ്റ്റാർട്ടിംഗ് ലൈനപ്പും എൻഡിങ് ലൈനപ്പും ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് കഴിഞ്ഞ ഈസ്റ്റ് ബംഗാളിനെതിരെയുള്ള കളിക്ക് മുമ്പ് നടത്തിയ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ അദ്ദേഹം പറഞ്ഞ കാര്യം ഓർക്കുക. അതുതന്നെയാണ് അദ്ദേഹം മറ്റൊരു തരത്തിൽ ഇവിടെ പറയുന്നത്. സബ്സ്റ്റിറ്റ്യൂഷൻസും മികച്ച രൂപത്തിൽ ഇന്ത്യൻ സാഹചര്യങ്ങളിൽ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. കാരണം ഇവിടുത്തെ വെതർ കണ്ടീഷൻസ്, പിന്നെ വലിയ രാജ്യമാണ്, കളിക്ക് വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാടൊക്കെ ട്രാവൽ ചെയ്യേണ്ടി വരും. ഇപ്പോൾ നോക്കുക, കേരള ബ്ലാസ്റ്റേഴ്സ് ഗുവാഹട്ടിയിൽ പോയിട്ടാണ് അടുത്ത കളി കളിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ദീർഘമായിട്ടുള്ള ട്രാവലുകളൊക്കെ വരുമ്പോൾ താരങ്ങളുടെ ഫിറ്റ്നസ്സിനെ അത് ബാധിക്കും. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ നല്ല ടീമുണ്ടായാൽ മാത്രം പോരാ, അവസാനം വരെ ഉപയോഗപ്പെടുത്തണം. അതിനുവേണ്ടി സബ്സ്റ്റിറ്റ്യൂഷൻസ് വളരെ ശ്രദ്ധയോടുകൂടി ഉപയോഗപ്പെടുത്തണം. അത് ഇന്ത്യയിൽ വന്നതിന് ശേഷമാണ് താൻ പഠിച്ചത് എന്നുകൂടി അദ്ദേഹം പറയുന്നു. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ടുവെത്താം.